ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ. പെരുമ്പിലാവിൽ അൻസാർ സ്കൂളുള്ളത് ഇന്നിവിടെ ഒരു ചരിത്ര നേട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ്. 5100-ൽ പരം കുട്ടികളടങ്ങുന്ന ഇന്ത്യയുടെ ഭൂപടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് മനുഷ്യനിർമ്മിത ഭൂപടം ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഈ ഒരു സ്കൂളിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്. വേൾഡ് റെക്കോർഡാണ് കിട്ടിയിരിക്കുന്നത്. പേരെന്ന് പറയാം. എൻ്റെ പേര് ഗിന്നസ് സത്താറാദൂര്. അപ്പോൾ ഇന്നൊരു ചരിത്ര നിമിഷമാണ് ഈ സ്കൂളിൽ അല്ലേ? എല്ലാവരും ആദ്യം പേരെന്ന് പറയാം. എൻ്റെ പേര് ഷൈനി ഹംസ. ഞാൻ അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. പേരെന്ന് പറയാം. ഞാൻ സാജിദ റസാഖ്, അൻസാർ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ആണ്. ആക്ടിവിറ്റി കോർഡിനേറ്ററാണ്, ടീച്ചറാണ്. അതെ, നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്, സുഹൃത്താണ്. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ ഇന്നൊരു വേൾഡ് റെക്കോർഡായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകത്തിൽ ഇന്നേ വരെ ഇതുപോലെ ഒരു ഇന്ത്യൻ നിർമ്മിത ഭൂപടം ഇത്രയും ആളുകൾ അടങ്ങുന്നത് സൃഷ്ടിച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, 2018 സെപ്റ്റംബറിൽ റുമേനിയയുടെ ഭൂപടം ചെയ്തതാണ്. നിലവിൽ 4807 പേരുടെ റെക്കോർഡാണ് നിലവിൽ ലോകത്തെ വേൾഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇവിടെ അൻസാർ സ്കൂളിലെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ റുമേനിയയുടെ ഭൂപടം അത്ര മനോഹരമല്ല. പക്ഷേ ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത് മനോഹരമായ ഒരു ഷേപ്പാണ്. അവിടെ ഒരു മനുഷ്യ ഭൂപടം നിർമ്മിച്ച് 5112 പേരാണ് അതിൻ്റെ ഭാഗമായത്. അങ്ങനെ ലാർജസ്റ്റ് ഹ്യൂമൻ ഇമേജ് ഓഫ് ഇന്ത്യാസ് മാപ്പ് കാറ്റഗറിയിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലൻറ്റ് റെക്കോർഡ് ബുക്കിൻ്റെ വേൾഡ് റെക്കോർഡാണ് നേടിയിരിക്കുന്നത്. തകർത്തിരിക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. നമ്മുടെ ഒരു കേരളത്തിൻ്റെ അഭിമാന നിമിഷങ്ങളാണ്. ആ ഒരു അഭിമാന നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഒരു 40-ലേറെ വർഷം പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. നമുക്ക് 5000-ൽ പരം വിദ്യാർത്ഥികൾ തന്നെയുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു ഇന്ത്യയുടെ മാപ്പിൽ ഒന്നിച്ച് ചേർക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ചരിത്ര നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അഭിമാനമുണ്ട്. നമ്മുടെ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും ചേർന്ന് നിർമ്മിച്ച ഈ ഇന്ത്യയുടെ ഭൂപടം ഒരു വേൾഡ് റെക്കോർഡായി മാറുന്നതിൽ വളരെ സന്തോഷമുണ്ട്.